Dear students, DBMS ലാബിന്റെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഓക്കേ, അതിൽ ആദ്യത്തേത് മിനിമം മാക്സിമം ഫങ്ഷൻസ് ആണ്. ഓക്കേ, മിനിമം ഫങ്ഷൻ സ്മോളസ്റ്റ് വാല്യൂ കാണാനായിട്ടും മാക്സിമം ഫങ്ഷൻ ലാർജസ്റ്റ് വാല്യൂ കാണാനായിട്ടുമാണ്. അതിന് സെലക്ട് മിനിമം ഓഫ് പ്രൈസ് എന്നുള്ള ആ ഫീൽഡിനെ വെച്ചിട്ടാണ് MIN എന്നുള്ള കീവേഡാണ് ഉപയോഗിക്കുന്നത്. ആസ് എന്നുള്ളത് നമ്മൾ അലിയാസ് എന്ന് പറഞ്ഞായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആസ് സ്മോളസ്റ്റ് പ്രൈസ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് വരാൻ ഫ്രം പ്രോഡക്ട്സ് എന്നുള്ള ടേബിൾ. ആ എക്സാമ്പിൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോഡക്ട്സ് എന്നുള്ള ടേബിൾ നമുക്കുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിൽ ഇത്രയും വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സെലക്ട് മിനിമം MIN എന്നുള്ള കീവേഡിൽ ബ്രാക്കറ്റിനുള്ളിൽ ഈ പ്രൈസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രൈസിൽ ഏറ്റവും മിനിമമായ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് വരാനാണ്. ആസ് സ്മോളസ്റ്റ് പ്രൈസ് എന്നുള്ള ഹെഡിങ് വരണം. അതിനാണ് ആസ് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രം പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ 15 എന്നുള്ളതാണ് ഏറ്റവും മിനിമം വാല്യൂ. ഓക്കെ, അത് പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് MIN എന്നുള്ള ഫങ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. മാക്സിമം വാല്യൂ പ്രൈസിന്റെ വരാനായിട്ട് ഇവിടെ സ്മോളസ്റ്റ് പ്രൈസ് എന്നുള്ളത് ഹെഡിങ് നമുക്ക് മാറ്റി ലാർജസ്റ്റ് പ്രൈസ്. അപ്പോൾ സ്മോളസ്റ്റ് പ്രൈസ് എന്നുള്ള ഹെഡിങ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം അതേപോലെ ലാർജസ്റ്റ് പ്രൈസ് എന്നുള്ള ഹെഡിങ് വരണം. അപ്പം അതിന് ഫ്രം പ്രോഡക്ട്സ് എന്ന് കൊടുത്താൽ ലാർജസ്റ്റ് പ്രൈസ് എന്നുള്ള ഹെഡിങ്ങിൽ 60 എന്നുള്ള മാക്സിമം പ്രൈസ്, ഇതിൽ 60 ഹയസ്റ്റ് പ്രൈസ്, അത് ലിസ്റ്റ് ചെയ്ത് വന്നു. ഇങ്ങനെ മാക്സിമം മിനിമം എന്നുള്ള ഫങ്ഷൻ പരിചയപ്പെട്ടു. ഇനി കൗണ്ട്, എത്ര ഫീൽഡ് ഉണ്ട് ഈ പ്രോഡക്ട്സ് ടേബിൾ എന്ന് കാണാനായിട്ട് കൗണ്ട് എന്നുള്ള ഫങ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, സെലക്ട് കൗണ്ട് ഓഫ് പ്രോഡക്റ്റ് നെയിം, എന്തെങ്കിലും ഒരു ഫീൽഡ് നമുക്ക് കൗണ്ടിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുക ഫ്രം പ്രോഡക്ട്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ സെലക്ട് എന്താണ് കൗണ്ട് എന്നുള്ളതാണ് അല്ലെ, കൗണ്ട് പ്രോഡക്റ്റ് നെയിം വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം സെലക്ട് സ്റ്റാർ ഫ്രം പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ നമുക്കത് കാണാം. പ്രോഡക്ട്സ് എന്ന് കൊടുക്കുമ്പോൾ ഇത്രയും ഫീൽഡുകൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് കാണണമെങ്കിൽ കൗണ്ട് ഓഫ് പ്രോഡക്റ്റ് നെയിം എന്നുള്ള ഫീൽഡ് വെച്ചോ യൂണിറ്റോ പ്രൈസോ ഏതെങ്കിലും ഒരു ഫീൽഡ് വെച്ച് നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൗണ്ട് ഓഫ് പ്രോഡക്റ്റ് നെയിം ഇത് തന്നെയാണ് ഫീൽഡ് നെയിം വരുന്നത്. അത് ഒഴിവാക്കാനാണ് നമ്മൾ അലിയാസ് എന്നുള്ള കൊടുത്ത ആസ് കൗണ്ട്സ് എന്നുള്ള ഹെഡിങ് വരണമെങ്കിൽ ഫ്രം പ്രോഡക്ട്സ് കൗണ്ട്സ് എന്നുള്ള ഹെഡിങ് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് കൗണ്ട് എന്നുള്ള ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനി ആവറേജ്, പ്രൈസിൽ പ്രൈസിന്റെ ആവറേജ് കാണണമെങ്കിൽ എത്രയാണ് പ്രോഡക്ട്സ് എന്നുള്ള ടേബിളിൽ എന്ന് കാണണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. സെലക്ട് ആവറേജ്, AVG എന്നാണ് അതിന്റെ കീവേഡ് ഉപയോഗിക്കുന്നത്, ഫങ്ഷൻ ഉപയോഗിക്കുന്നത് AVG ഓഫ് പ്രൈസ്. ആവറേജ് ഫുള്ളായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, പൂർണ്ണമായും എഴുതേണ്ട. AVG ഓഫ് പ്രൈസ് ഫ്രം പ്രോഡക്ട്സ് എന്ന് കൊടുത്താൽ 36 എന്ന് ആവറേജ് വന്നിട്ടുണ്ട്. ഇനി അതിന്റെ ടോട്ടൽ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫങ്ഷനാണ് സെലക്ട് സം എന്ന് കൊടുത്താൽ മതി. ഓക്കെ, സം ഓഫ് പ്രൈസ് SUM ഓഫ് പ്രൈസ് ഫ്രം പ്രോഡക്ട്സ് എന്ന് കൊടുത്താൽ 360 ആണ് അതിന്റെ ടോട്ടൽ കിട്ടുന്നത്. ഓക്കെ, സം എന്നുള്ള ഹെഡിങ് നമുക്ക് കൊടുക്കണമെങ്കിൽ ആസ് കൊടുക്കാലോ, നേരത്തെ കൊടുത്തില്ലേ. ടോട്ടൽ എന്നുള്ള ഹെഡിങ് വരണമെങ്കിൽ
നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ടോട്ടൽ എന്നുള്ള ഹെഡിങ്ങിൽ ഫ്രം 360 വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി അലിയാസ് നമ്മൾ നേരത്തെ പഠിച്ചാണ്, എന്നാലും അതിൻ്റെ ഒരു വർഷം കൂടിയുണ്ട്. അലിയാസ് കോളത്തിനെയും നമുക്ക് ടേബിൾ നെയിം ടെമ്പററി നെയിം കൊടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. കോളത്തിനെ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചാണ്. അതിന് സെലക്ട് കോളം നെയിം ആസ് അലിയാസ് നെയിം ഫ്രം ടേബിൾ നെയിം കൊടുക്കാം. അതേപോലെ തന്നെ കോളം നെയിമും കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്ത് നോക്കാം. സെലക്ട് കസ്റ്റ് ഐ ഡി, അതിന് ഐ ഡി എന്ന് കൊടുക്കണം. കസ്റ്റ് നെയിം എന്നുള്ളതിന് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമർ എന്നുള്ള ഹെഡിങ് കൊടുക്കണം. അലിയാസ് എന്നുള്ള കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളാണ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമേഴ്സ് ഉള്ള ടേബിളിൻ്റെ ഈ നെയിമിന് നമുക്ക് അലിയാസ് കൊടുക്കണം. കസ്റ്റ് നെയിമും കസ്റ്റ് ഐ ഡി ഉള്ളതിന് ചുമ്മാ ഐ ഡി എന്ന് മാത്രം കൊടുക്കണം. അതേപോലെ കസ്റ്റമർ നെയിമിന് കസ്റ്റമർ എന്ന് സി ക്യാപിറ്റൽ ലെറ്റർ എല്ലാം ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് കസ്റ്റ് ഐ ഡി ആസ് ഐ ഡി, കസ്റ്റ് നെയിം ആസ് കസ്റ്റമർ ഫ്രം കസ്റ്റമേഴ്സ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഹെഡിങ് ടെമ്പററി ആയിട്ട് ഐ ഡി കസ്റ്റമർ എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. ഇനി ടേബിൾസിന് അലിയാസ് ആയിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് നമുക്ക് ഒരു ടേബിളും കൂടി വേണം. ഓർഡർ എന്നുള്ള ടേബിളും കൂടി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സെലക്ട് സ്റ്റാർ ഫ്രം ഓർഡേഴ്സ് ഉള്ള ഒരു ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിലും രണ്ടിലും കൂടി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഇതിൽ രണ്ടിലും കോമൺ ആയി കസ്റ്റമർ ഐ ഡി കോമൺ ആയ ഫീൽഡ് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ 103, 107, 102 ഇതിലുള്ള 3 ഫീൽഡുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നമുക്കെങ്ങനെ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, സെലക്ട് ഓന്നുള്ള ഒരു അലിയാസ് ഉപയോഗിച്ചു. ഓർഡർ ഐ ഡി എന്ന് പറയുന്നത് ഓർഡേഴ്സ് എന്നുള്ള ടേബിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഓ ഡോട്ട് ഓർഡർ ഐ ഡി, ഓ ഡോട്ട് ഓർഡർ ഡേറ്റ്. ഓക്കെ, ഓർഡർ ഡേറ്റ്. ഇനി സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ടേബിളിന് സി ഡോട്ട് കസ്റ്റ് നെയിം, ഇതിൽ കസ്റ്റ് നെയിം എന്നുള്ള ഫീൽഡ് എടുക്കാനായിട്ട് സി റെപ്രസെന്റിങ് കസ്റ്റമേഴ്സ് എന്നുള്ള ടേബിളിനെ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഫ്രം കസ്റ്റമേഴ്സ് ആസ് സി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് സി ആയും ഓർഡേഴ്സ് എന്നുള്ള ടേബിളിനെ ഒ ആയും ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് ഓ ഡോട്ട് ഓർഡർ ഐ ഡി, ഓ ഡോട്ട് ഓർഡർ ഡേറ്റ്. ഈ ഓർഡർ എന്നുള്ള ടേബിളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓ ഡോട്ട് ഓർഡർ ഐ ഡി, ഓ ഡോട്ട് ഓർഡർ ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതിനാണ് ഫ്രം കസ്റ്റമേഴ്സ് ആസ് സി, ഓർഡേഴ്സ് ആസ് ഓ എന്ന് കൊടുത്തത്. വേർ സി ഡോട്ട് കസ്റ്റമർ, സി ഡോട്ട് കസ്റ്റമർ കസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇതിലെ മനോജ് എന്ന പേരുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സി ഡോട്ട് കസ്റ്റ് ഐ ഡി, ഇതിൽ സി ഡോട്ട് കസ്റ്റ് ഐ ഡി 103 എന്നുള്ളതും ഓ ഡോട്ട് കസ്റ്റ് ഐ ഡിയും സെയിം ആയത് ഓ ഡോട്ട് കസ്റ്റ് ഐ ഡി ഇവിടെ ഓർഡർ എന്നുള്ള ടേബിളിൽ കസ്റ്റ് ഐ ഡി സെയിം ആയത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓർഡർ ഐ ഡി, ഓർഡർ ഡേറ്റ് ഓർഡർ ടേബിളിലെയും കസ്റ്റമർ നെയിം എന്നുള്ളത് കസ്റ്റമർ ടേബിളിലെയും നമുക്ക് ഡിസ്പ്ലേ ആവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഇതിൽ ക്വസ്റ്റ്യൻ തന്നത് SQL സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓൾ ദി ഓർഡേഴ്സ് ഫ്രം ദി കസ്റ്റമേഴ്സ് വിത്ത് കസ്റ്റമർ ഐ ഡി 103 ആയത് മനോജിന്റെ വി യൂസ് ദി കസ്റ്റമേഴ്സ് ആൻഡ് ഓർഡേഴ്സ് ടേബിൾ, കസ്റ്റമേഴ്സ് എന്നുള്ള ഓർഡർ ടേബിളും ഉപയോഗിക്കണം. ആൻഡ് ഗീവ് ദം ദ ടേബിൾ അലിയാസ് സി എന്നും ഒ എന്നും അലിയാസ് ആയി ഉപയോഗിക്കണം റെസ്പെക്റ്റീവ്ലി. ഹിയർ വി യൂസ് അലിയാസ് ടു മേക്ക് ദി SQL ഷോർട്ടർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്തു. സെലക്ട് ഓ ഡോട്ട് ഓർഡർ ഐ ഡി കോമ ഓ ഡോട്ട് ഓർഡർ ഡേറ്റ് ഓർഡർ എന്നുള്ള ടേബിളിൽ നിന്നും സി ഡോട്ട് കസ്റ്റമർ നെയിം
കസ്റ്റമർ കസ്റ്റമർ ഉള്ള ടേബിളിലും ഫ്രം കസ്റ്റമേഴ്സ് ആസ് സി ഓർഡേഴ്സ് ആസ് ഓ. ഓക്കെ, വേർ സി ഡോട്ട് കസ്റ്റ് നെയിം ഈക്വൽ ടു മനോജ് എന്നുള്ള ആൻഡ് വേറെ ഒന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, സി ഡോട്ട് കസ്റ്റ് ഐ ഡി ഈക്വൽ ടു ഓ ഡോട്ട് കസ്റ്റ് ഐ ഡി. അത് രണ്ടും കൂടി മാച്ച് ചെയ്യുന്നത് ആണ് എടുക്കുന്നത്. ഇതിലെ സി ഡോട്ട് കസ്റ്റ് ഐ ഡിയും ഇതിന് തൊട്ടുള്ള ഓർഡർ ടേബിളിലെ ഓ ഡോട്ട് കസ്റ്റ് ഐ ഡിയും ഉള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് രണ്ടും മാച്ച് ചെയ്യുന്ന കസ്റ്റ് ഐ ഡി ഓർഡർ ഡോട്ട് 501 എന്നുള്ള ഓർഡറിലെയും ഓർഡർ ഐ ഡിയും ഓർഡർ ഡേറ്റും കസ്റ്റമേഴ്സ് ടേബിളിലെ മനോജ് എന്നുള്ള കസ്റ്റമർ നെയിമുമാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് അലിയാസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ക്ലോസുകളുടെ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.